സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. ഈ മാസത്തെ ബ്രഹ്മാണ്ഡ റിലീസുകളുടെ കൂട്ടത്തിലെ മെയിൻ ഐറ്റം ജുറാസിക് വേൾഡ് റീബർത്ത് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. സോ സംസാരിക്കാനുള്ളതും പടത്തെ പറ്റി തന്നെയാണ്. സോ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഇത് സ്ട്രിക്ട്ലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഈ ഒരു മോഡിൽ തന്നെ എല്ലാവർക്കും ഈ പടം തോന്നി കാണണമെന്നുമില്ല. ഞാനത് എടുത്ത് പറയാൻ കാര്യം, ഈ ഒരു പടം എനിക്ക് ഒരു തരത്തിലും വർക്കൗട്ടായില്ല. അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കിക്കളയാം. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. തുടക്കം തന്നെ നെഗടിച്ചങ്ങ് അലമ്പാക്കണ്ടല്ലോ. എനിക്ക് ഈ പടത്തിൽ വർക്കൗട്ടായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. വിഷ്വൽസ് ആണ് പടത്തിലെ മെയിൻ. ഗാരത്ത് എഡ്വേർഡ്സിൻ്റെ ആ ഒരു വിഷൻ തന്നെ കിടിലമായിട്ട് പടത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ പടത്തിൻ്റെ ആ ഒരു സ്ക്രീനിൽ നമുക്ക് ആ ഒരു ഗ്രാൻഡിയർ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇതുവരെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ഡൈനോസർ പടങ്ങളേക്കാൾ ഈ ഒരു പടത്തിൽ ഡൈനോസേഴ്സിനെ ഭയങ്കര ഹ്യൂജ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ മുമ്പിൽ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്നുള്ള ആ ഒരു ഹൈറ്റിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഈ പടത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ടൈറ്റാനോസോറസിനൊക്കെ കാണിക്കുന്ന സീക്വൻസിൽ നമുക്ക് എന്താ ഒരു ബ്രഹ്മാണ്ഡം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പുള്ള ജുറാസിക് പടങ്ങളേക്കാൾ ഡൈനോസേഴ്സ് ഹ്യൂജ് എന്ന് പറയേണ്ടി വരും. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് ചെറിയൊരു ഐറ്റം അല്ല, നമ്മളെക്കാൾ എത്രയോ മടങ്ങ് വലുതാണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഓഫ് കോഴ്സ് ഗാരത്ത് എഡ്വേർഡ്സിന്റെ ഡയറക്ഷനാണ്. പുള്ളി ഓൾറെഡി മോൺസ്റ്റേഴ്സിനെ വെച്ചിട്ടൊക്കെ അമ്മാനവാടി പടം എടുത്തിട്ടുള്ള ഒരാളാണ്. സോ ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു പടത്തിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മോൺസ്റ്റർ ഫിഗറിൽ തന്നെയാണ് ഇതിലുള്ള ഡൈനോസേഴ്സിനെ പുള്ളി ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഓരോ ഡൈനോസേഴ്സിനെ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് സ്ക്രീനിലൊക്കെ നിറഞ്ഞു നിൽക്കുവാണ്. ആ ഒരു ബ്രഹ്മാണ്ഡം കൃത്യമായിട്ട് ആ ഒരു വിഷനിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഗാരത്ത് എഡ്വേർഡ്സിന് പറ്റിയിട്ടുണ്ട്. ആൻഡ് പടത്തിന്റെ സിനിമാറ്റോഗ്രഫിയും കിടിലമായിരുന്നു. അതായത് ജുറാസിക് വേൾഡിലോട്ട് കാല് വെച്ചതിന് ശേഷം ഒരു ബ്ലൂയിഷ് ടോണിലാണ് അതിന് ശേഷമുള്ള പടങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പോൾ വീണ്ടും ആ ഒരു ഓജി ജുറാസിക് പാർക്ക് വൈബ്, ആ ഒരു ഗ്രീനിഷ് ടോണിൽ പടം പിടിച്ചത് നൈസ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഐലൻഡിന്റെ ലോങ് ഷോട്ട് കാണിക്കുന്ന സീക്വൻസുകളും തലവി റക്സീനെ കാണിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷനിലേക്ക് സിനിമാറ്റോഗ്രഫി കിടിലമായിരുന്നു. കൃത്യമായിട്ട് എന്താ ഒരു വിന്റേജ് വൈബ് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ കവിഞ്ഞ് പോസിറ്റീവ് സെക്ഷനിൽ എനിക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല. ഒരു ജുറാസിക് പടം എന്ന് പറഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുത്ത് കാണാൻ കയറുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാം ഈ പടത്തിലുണ്ട്. ചേസിന് ചേസ്, ഫൈറ്റിന് ഫൈറ്റ്, കോമഡിക്ക് കോമഡി, ഇമോഷൻ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ അളവിലെല്ലാം അവർ ചേർത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അവർ വിട്ടുപോയി, കഥ. സീരിയസ്ലി ഇത് എന്ത് കഥയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞൊരു പടം ഇറക്കുമ്പോൾ, അല്ലെങ്കിൽ ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞ് ഡൈനോസേഴ്സിനെ വെച്ചിട്ടൊരു പടം ഇറക്കുമ്പോൾ നമ്മളതിൽ വലിയ ആനമണ്ടക്കം കഥയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു ടിപ്പിക്കൽ ക്ലീഷ സ്റ്റോറി തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്നത്. ക്ലീഷ പടങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു തള്ളുമ്പോൾ ആ ഒരു പടത്തിൽ നമുക്ക് സുഖമായിട്ട് ഇമോഷൻസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ജുറാസിക് പാർക്ക് പടങ്ങൾ നിങ്ങൾ വിട്ടേക്ക്, അതൊരു ഐക്കോണിക്കായിട്ട് അവിടെ ഇരിക്കട്ടെ. ജുറാസിക് വേൾഡ് പടം തന്നെ നിങ്ങൾ എടുത്താൽ മതി. ഫസ്റ്റ് ജുറാസിക് വേൾഡ് പടം, ആ ഒരു പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ജുറാസിക് പാർക്ക് ക്ലീഷ സ്ട്രക്ചറിൽ തന്നെയാണ് ആ ഒരു പടം പടച്ചു വെച്ചിട്ടുള്ളത്. ഒരു കോർപ്പറേറ്റ് വില്ലൻ ഉണ്ടാവും, കുറച്ച് കുട്ടികളുണ്ടാവും, ഒരു മെയിൻ ലീഡ് ക്യാരക്ടർ ഉണ്ടാവും, പിന്നെ ഡൈനോസേഴ്സ് ഉണ്ടാവും, ഒരു മെയിൻ വില്ലൻ ഡൈനോസേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലീഷ മോഡിൽ തന്നെയാണ് ആ ഒരു പടം പോകുന്നത്. എന്നാൽ പോലും സ്റ്റിൽ ഇറ്റ്സ് കണക്ട്സ്. കാരണം ആ പടം മൊത്തത്തിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ പടത്തിലെ ക്യാരക്ടേഴ്സ് തമ്മിലായാലും ആ ഒരു പടത്തിലുണ്ടാകുന്ന ഇവൻസുകൾ തമ്മിലായാലും ആ ഒരു ഐറക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൈനോസറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന വിധം എല്ലാം കൊണ്ടും ആ ഒരു പടം നമ്മളുമായിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എന്നതിനേക്കാൾ ഉപരി ആ ഒരു പടത്തിന് തന്നെ ആ ഒരു പടത്തിലെ സീക്വൻസുകളായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു റീബർത്ത് പടത്തിലോട്ട് വരുമ്പോൾ കുറെ സെറ്റ് പീസസ് ആണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു ആചാരം പോലെയാണ് ഈ ഒരു പടം എടുത്തേക്കുന്നത്. ഈ ഗെയിംസിലൊക്കെ കുറെ ക്യാരക്ടേഴ്സ് സ്പോൺ ചെയ്ത് ഓരോ സ്ഥലങ്ങളിലോട്ട് എത്തില്ലേ, ആ ഒരു മൂഡിലാണ് ഇതിലെ ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു ജുറാസിക് പാർക്ക് പടമല്ലേ, അപ്പോൾ ഒരു ഫാമിലി വേണ്ടേ? ഒരു ഫാമിലി ഇരിക്കട്ടെ. ഇനി കുറച്ച് റഗ്ഗഡ് ആയിട്ടുള്ള കുറച്ച് മെയിൻ ക്യാരക്ടേഴ്സും അതിലൊരു ഡോക്ടറിന്റെ ക്യാരക്ടറൊക്കെ വേണ്ടേ? അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇരിക്കട്ടെ. അയ്യോ, ഇനി മെയിൻ ആയിട്ട് ഒരു വില്ലൻ ഡൈനോസർ വേണ്ടേ? അങ്ങനെ ഒരു ഡൈനോസർ ഇരിക്കട്ടെ. ഇത് ടീറക്സിനെ കാണിക്കാൻ മറന്നുപോയില്ല, ടീറക്സിനെ എവിടെയെങ്കിലും ഒന്ന് കുത്തി കയറ്റി ഒരു സീക്വൻസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ടീറക്സിനെ വരെ എന്തോന്നാണ് ഇതിൽ കാണിച്ചു വെച്ചേക്കുന്നത്. ഈ പടം തുടങ്ങുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആര് എപ്പോൾ എവിടെ എങ്ങനെ ചാവും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിത് ചുമ്മാ ഒരു അതിശയോക്തി പോലെ പറയുന്നതല്ല, ലിറ്ററലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡൈനോസേഴ്സ് വരുന്നതിനും ആൾക്കാരെ കൊല്ലുന്നതിനൊക്കെ ഒരു കണക്കുണ്ട് കേട്ടോ. അതായത് കൃത്യം ക്യാരക്ടേഴ്സാണ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഒറ്റയടിക്കങ്ങ് കറുമുറയെന്ന് പറഞ്ഞ് കടിച്ച് തിന്നാൻ ഒക്കത്തില്ല. സോ അതുകൊണ്ട് ആദ്യം ഒരു ഡൈനോസേഴ്സിന്റെ ഒരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഒരാളങ്ങ് കീച്ചും, അടുത്തൊരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ ഇവനെ വലിയ കാര്യമില്ലല്ലോ, ഇവനെങ്ങ് കീച്ചിക്കോന്ന് പറഞ്ഞിട്ട് അടുത്ത ആളെ തിന്നാനായിട്ട് കൊടുക്കും. ആൾക്കാരെ ഡൈനോസേഴ്സിനെ തിന്നാൻ വേണ്ടിയിട്ട് കുറെ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെയാണ് ഈ ഒരു പടം എടുത്തു വെച്ചിട്ടുള്ളത്. സ്കാർലറ്റ് ജോഹാൻസന്റെ കൂടെ ഒരു മെർസനറി കൂട്ടം വരുന്നുണ്ട്. അവരൊരു മിഷൻ ഫോക്കസ്ഡ് ആയിട്ടാണ് പടത്തിൽ പോകുന്നത്. സോ ആ ഒരു മിഷൻ ഫോക്കസിൽ മാത്രം പോയി കഴിഞ്ഞാൽ പടം ഒരു സീരിയസ് ടോണിലോട്ട് മാറുമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഒരു ഹൊറർ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലിനെ കൂടെ ഉള്ളി കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ ഓൾറെഡി ട്രെയിലറിലും മറ്റു പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ റെക്സി നേരെ ഈ ഒരു ഫാമിലിയുടെ നേരെ ഒരു എൻകൗണ്ടർ നടത്തുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ്. ആ ഒരു സീക്വൻസ് ഒക്കെ എന്ത് അബദ്ധമാണെന്ന് അറിയാമോ? റെക്സിയുടെ ആ ഒരു എൻട്രി സീക്വൻസ് കിടിലമായിരുന്നു. തിയേറ്റർ മൊത്തത്തിൽ ഒന്ന് പമ്പ ചെയ്ത ആ ഒരു സീക്വൻസിനാണെന്ന് തന്നെ പറയേണ്ടി വരും. കിടിലമായിട്ടുള്ള ഒരു എൻട്രി സീക്വൻസ്. പിന്നെ റെക്സിനെ കാണിക്കുന്ന വിധവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാരത്ത് എഡ്വേർഡ്സ് ഡൈനോസേഴ്സിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ബ്രഹ്മാണ്ഡം ഉണ്ടായിരുന്നു. പക്ഷെ ബ്രഹ്മാണ്ഡം അപ്പട്ട തീർന്ന് റെക്സി വരുന്നു. ഈ ഒരു ഫാമിലിനെ ഒരൊറ്റ കടിക്ക് തീർക്കാൻ ചാൻസ് കിട്ടിയിട്ടും വെള്ളത്തിന്റെ അടി കൂടെ മുങ്ങാങ്കുഴിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് പിടിക്കാൻ നോക്കി. എന്തോ ആടെ ഇത് ജുറാസിക് പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡിലോട്ട് ഓടി വരുന്നത് ടീറക്സ് ആണ്. സോ ആ ഒരു ടീറക്സിനോടുള്ള മതിപ്പ് കളയത്തക്ക രീതിയിലാണ് ആ ഒരു സീക്വൻസ് എടുത്തു വെച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് ഇതുപോലത്തെ സീക്വൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തലനാരയ്ക്ക് ആൾക്കാർ ഡൈനോസേഴ്സിന്റെ വായ്ക്കകത്ത് നിന്ന് രക്ഷപ്പെടുന്ന രീതിയിലുള്ള സീക്വൻസുകൾ മുമ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ അറ്റ്ലീസ്റ്റ് കഥാപരമായ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു. സോ കഥയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് പരിപാടികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ക്ലീശ പരിപാടികളൊക്കെ നൈസായിട്ട് അവഗണിച്ച് കളയും. പക്ഷേ ഈ സൈഡിലോട്ട് വരുമ്പോൾ കഥ എന്ന് പറഞ്ഞ ഒരു വൺ പ്ലെയിൻ സ്റ്റോറിയാണ്. ആൻഡ് അതിലെ ക്യാരക്ടേഴ്സ്
പറയുന്ന ഇമോഷൻസും പരിപാടികളായിട്ട് ഒരു തരത്തിലും കണക്ട് ആവാനും പറ്റുന്നില്ല. സോ ആ ഒരു രീതിക്ക് നമ്മുടെ എല്ലാ ഫോക്കസും പോകുന്നത് ഡൈനോസേഴ്സിലോട്ടാണ്. സോ ആ ഒരു ഡൈനോസേഴ്സിന്റെ ആ ഒരു ബ്രഹ്മാണ്ടം കണ്ടെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പടം കാണാൻ ഇരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കണക്കെടുത്തുകൊണ്ടാണ് ഡൈനോസേഴ്സ് വരുന്നത്. കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ആളെ മാത്രമേ ഞാൻ തിന്നത്തുള്ളൂ, ഇനി വായ്ക്കകത്ത് ആൾ കയറി ഇരുന്നാലും അവരെ തുപ്പിക്കളയുന്നുള്ള ഒരു രീതിക്കാണ് ഡൈനോസേഴ്സ് വരുന്നത്. പിന്നെ എന്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് ഇതിൽ വരുന്നത്. ലാസ്റ്റ് സ്കാർലറ്റ് ജോൺസിനൊക്കെ കരഞ്ഞു മെഴുകി എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. ഒന്നും തോന്നുന്നില്ല. ചേച്ചി അവിടെ നിന്ന് കരഞ്ഞോ, ഞങ്ങളിത് വെറുതെ ഇങ്ങനെ പോപ്കോൺ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു രീതിക്ക് ഒരു വികാരം ഉണ്ടാക്കാത്ത രീതിയിലാണ് പടം കടന്നു പോകുന്നത്. ഓക്കെ, മെയിൻ ഐറ്റം പറയാൻ വിട്ടുപോയി. ആനയാണ്, ചേനയാണ്, മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് ഡീറക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റത്തിന് പടത്തിന് മുമ്പ് ബ്രഹ്മാണ്ഡ പ്രൊമോഷനൊക്കെ കൊടുത്ത് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. മ്യൂട്ടേറ്റഡ് ഡൈനോസർ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി രീതിക്കാണ് പുള്ളിനെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഡൈനോസർ ആണെന്ന് പോലും കണ്ടാൽ തോന്നില്ല, അമ്മാതിരി ഒരു രീതിക്കാണ്. അതെന്തെങ്കിലും ആവട്ടെ, ഒരു ഹൊറർ എഫക്റ്റ് എന്ന രീതിയിൽ പിടിച്ചാണെന്നെങ്കിലും വിചാരിക്കാം. പക്ഷേ ഈ ഒരു ഹൊറർ എഫക്റ്റ് ലുക്കിൽ മാത്രമേ ഉള്ളൂ, വർക്കിലില്ല. മറ്റേ ഡൈനോസേഴ്സിനെ പോലെ തന്നെ സ്ഥിരം പരിപാടി തന്നെയാണ് ആശാനുള്ളത്. ചുമ്മാ കൊരവേട വന്നിങ്ങനെ ചുമ്മാ അലറി ആൾക്കാരെ പേടിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു പണിയും ഈ ഒരു ഡൈനോസറിനും ഇല്ല. പടത്തിന്റെ തുടക്കത്തിൽ ടൈറ്റിൽ സീക്വൻസിന് വേണ്ടി ഡയറക്ഷനെ ചെറുതായിട്ടൊന്ന് നേർച്ച പോലെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് എങ്ങാണ്ട് എത്തുമ്പോഴാണ് വരുന്നത്. ആൻഡ് അതിനിടയ്ക്ക് നമ്മൾ മറന്നേ പോകും. പടത്തിലെ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ഡൈനോസറിന്റെ ഒരു എക്സിസ്റ്റൻസ് തന്നെ നമ്മൾ മറന്നു പോകുക എന്ന് പറയുന്നത് എന്തൊരു അവസ്ഥയാണ്. അവിടെയൊക്കെയാണ് ജുറാസിക് വേൾഡ് പടം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെ നിങ്ങൾ നോക്കിയാൽ കാണും, അതിൽ ഏതൊരു സീക്വൻസ് എടുത്ത് നോക്കിയാലും, ഇപ്പോൾ ഇമോഷൻസ് ബിൽഡ് ചെയ്യുന്ന സീക്വൻസുകളായാലും ഡൈനോസേഴ്സിനെ കാണിക്കുന്ന സീക്വൻസ് ആയാലും എല്ലാത്തിലും ഏതൊരു വിധത്തിലെങ്കിലും ഐറക്സിന് ഇങ്ങനെ ബിൽഡപ്പ് കയറ്റിക്കൊണ്ടേയിരിക്കും. ആൻഡ് അങ്ങനെ പടത്തിൽ മൊത്തം ഐറക്സിനെ പറ്റി ഒരു വലിയ എന്താ പറയുക ഒരു ഭീതി തന്നെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആ ഒരു പടത്തിൽ മൊത്തം എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ ഈ ഒരു ഐറ്റം കയറി വരുന്നു എന്നുള്ള രീതിക്ക് നമ്മൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ് സാക്ഷാൽ ടീറക്സ് വരെ നിന്നിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മോസസോറസും റാപ്റ്റേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് പഞ്ഞിക്കിട്ട് അവസാനം ഐറക്സ് വടിയാവുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആടാ ഒരു ഗത്ത് വില്ലനെ കണ്ടു, ഒരു ഗത്ത് ഡൈനോസറിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. പക്ഷേ ഇതെന്തോന്നാണ് ഈ കാണിക്കുന്നത്? ചുമ്മാ ഒരു ഹൊറർ എഫക്റ്റിൽ ഒരുമാതിരി ലുക്കൊക്കെ കൊടുത്ത് വലിയ ഭീമൻ സൈസിലൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ മാത്രം പേടിക്കാൻ പറ്റില്ല. അതിന് ഒരു കഥാപരമായൊരു എന്താ പറയുക ഒരു വളർച്ച കൂടെ വേണം ആ ഒരു ക്യാരക്ടറിന്. ആ ഒരു സംഭവം, ആ ഒരു പരിപാടി ഇതിൽ ഒട്ടും തന്നെ വർക്കൗട്ട് ആയിട്ടില്ലെന്ന് ഞാൻ പറയുന്നത് വർക്കൗട്ട് ആക്കാനായിട്ട് അവർ യാതൊരുവിധ എഫർട്ട് എടുത്തിട്ടില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലിറ്ററലി ഈ പടം എനിക്ക് സത്യം പറയാലോ ഒരു ക്യാഷ് ഗ്രാബ് പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, ആ പേര് കേട്ടാൽ തന്നെ ആള് കയറും. സോ ആ ഒരു പേരിന് ഇവർ മുതലെടുക്കുന്ന പോലെയാണ് കുറച്ച് നാളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് ഡൈനോസേഴ്സിന്റെ എന്തെങ്കിലും ചേസിങ് സീക്വൻസ് കാണിച്ച പോലെ അതിന് കുറച്ച് ക്യാരക്ടേഴ്സിനെ കയറ്റി വെച്ച് ചുമ്മാ ഒരു പടം എടുക്കണേ. ഡൊമിനിയൻ കണ്ടപ്പോൾ തന്നെ സമാധാനമായതാണ്. ഈ ഒരു ഫ്രാഞ്ചൈസിലെ ഏറ്റവും വീക്കസ്റ്റ് പടമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഡൊമിനിയനാണ്. ആ ഒരു ബെഞ്ച് മാർക്കിലോട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പടവും. ആൻഡ് ഡൈനോസേഴ്സിന് ഈ ഒരു പടത്തിലെ ക്യാരക്ടേഴ്സ് പോലും വലിയൊരു വില കൊടുക്കാത്ത രീതിയിലുള്ള കുറേ സംസാരങ്ങളൊക്കെ പടത്തിന്റെ തുടക്കത്തിൽ കാണുന്നുണ്ട്. അതായത് ഡൈനോസേഴ്സിന് വലിയ സംഭവങ്ങളൊന്നല്ല, മനുഷ്യന്മാർ ഇതിനൊക്കെ കണ്ടങ്ങ് സെറ്റായി, ഇനി പവന്മാർ വലിയ പുത്തിരിയല്ല എന്നുള്ളൊരു രീതിക്കുള്ള കുറച്ച് ടോക്സും പരിപാടികളൊക്കെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. ജുറാസിക് പാർക്ക് പടമാണ് കാണുന്നത്. നിങ്ങൾ തന്നെ ആ ഒരു ഡൈനോസേഴ്സിനെ ഹൈപ്പ് കയറ്റാതെ ഇങ്ങനെ വലിയില്ലാതെ സംസാരിച്ച് കാണുന്നത് നമുക്ക് എന്തൊരു ഫീലാണ് കിട്ടുന്നത്. റോഡിന്റെ നടുവിൽ ടൈറ്റാനോസോറസ് കിടന്ന് ഉറങ്ങുമ്പോൾ ടൈറ്റാനോസോറസിന്റെ തലയും പിടിച്ച് റോഡിന്റെ ട്രാഫിക് ജാം മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നീക്കി കിടത്തുന്ന രീതിയിലുള്ള സീക്വൻസ് ഒക്കെ എന്തോ ആടെ പണി വെച്ചേക്കുന്നത്. ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു സിനിമയല്ല, അത് ഒരു വേൾഡ് സിനിമാറ്റിക് ഹിസ്റ്ററി തന്നെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയ ഒരു പടമാണ്. സോ ആ ഒരു ഫ്രാഞ്ചൈസ് ഇങ്ങനെ അത്തപ്പതിച്ച് പോകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ വിഷമമുണ്ട്. ആ ഒരു വിഷമത്തിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ജുറാസിക് വേൾഡിന് ശേഷം ഈ ഒരു ഫ്രാഞ്ചൈസിൽ നിന്ന്, ജുറാസിക് പാർക്കിന്റെ ഈ ഒരു ഫ്രാഞ്ചൈസിൽ നിന്ന് ഇതുവരെ ഒരു ഹൈ കിട്ടിയിട്ടുള്ള ഒരു പടം ഇതുവരെ വന്നിട്ടില്ല. പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടില്ല. എത്രമാത്രം കിഡ് കോൺസെപ്റ്റാണ് ഡൈനോസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. നമുക്കൊന്നും നേരിട്ട് പരിചയമില്ലാത്ത ആ ഒരു സംഭവം ഇപ്പം നമ്മുടെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ എന്നുള്ള പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് എത്രമാത്രം കിടുവാണ്. അത് വെച്ച് എത്ര കഥകൾ ഉണ്ടാക്കാം എന്നിട്ടാണ് ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ജുറാസിക് പാർക്കിന്റെ ബീജം ഉണ്ടല്ലോ, ആ ഒരു ബീജം പ്ലേ ചെയ്ത് കാണിക്കട്ടോ. നമ്മളത് കാണുമ്പോൾ നമുക്കങ്ങനെ നൊസ്റ്റാൾജി അടിച്ചങ്ങ് ഒരു ഫീല് വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു കോപ്പും വരുന്നില്ല. പണ്ടത്തെ പടങ്ങളിലൊക്കെ ആ ഒരു ഐക്കോണിക് ബീജം പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീല് വരുത്താൻ മെയിൻ കാരണം ആ ഒരു ബീജത്തിന്റെ മാത്രം ഒരു പവർ അല്ല, ആ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ആ ഒരു സിനിമ അത്രമാത്രം നമുക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. അല്ലാതെ യാതൊരു വികാരമില്ലാത്ത, യാതൊരു ഡെവലപ്മെന്റും ഇല്ലാത്ത കുറെ കച്ചറ സീക്വൻസിലൊക്കെ ആ ഒരു ബീജം പ്ലേ ചെയ്തിട്ട് നൊസ്റ്റാൾജി അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പ് അടിക്കത്തില്ല. പേഴ്സണലി എനിക്ക് ഒരു കോപ്പും തോന്നിയില്ല. ഓക്കെ, ഒരു എൻഡ് നോട്ട് എന്ന രീതിക്ക് എനിക്ക് പറയാനുള്ളത്, കഥാപരമായി നിങ്ങൾക്ക് ആൾക്കാരെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയോ പരിപാടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അതിനെ ഈ ഒരു ജുറാസിക് പ്രിമേസുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പടം എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ടെക്നോളജി അത്രമാത്രം വളർന്നിട്ടുണ്ട്, വിഷ്വലി നിങ്ങൾ അടിപൊളിയാക്കുന്ന എല്ലാവർക്കും അറിയാം. ബട്ട് ഈ കാണുന്ന വിഷ്വൽ ഗിമ്മിക്സിനപ്പുറം ഒരു സ്റ്റോറി നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത് എപ്പോഴാണ്? ആ ഒരു സ്റ്റോറിയായിട്ട് നമുക്കൊരു കണക്ഷൻ വരുമ്പോഴല്ലേ. 2 മണിക്കൂർ അതിൽ കാണുന്ന ആൾക്കാരുമായിട്ട് അവരുടെ കഥ നമ്മുടെയും കൂടി ഒരു കഥയാണെന്നൊരു തോന്നൽ, അറ്റ്ലീസ്റ്റ് ഒരു തോന്നലെങ്കിലും ജനിപ്പിക്കാൻ പറ്റുമ്പോഴല്ലേ. ആ ഒരു പരിപാടി നടക്കുന്നില്ലെങ്കിൽ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഓരോ പടം ഇറങ്ങുമ്പോഴും ഈ ഒരു ഫ്രാഞ്ചൈസിനെ ഒരു കല്ലേ കെട്ടി വെള്ളത്തിനടിയിലോട്ട് താഴ്ത്തുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇക്കൊല്ലത്തെ ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസുകളിൽ ഒന്നെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന F1 പടത്തിന് കിട്ടിയിട്ടുള്ള ആ ഒരു മൊത്തം കളക്ഷൻ ഈ ഏതാണ്ട് 3 ദിവസം കൊണ്ടൊക്കെയാണ് ഈ ഒരു പടം അടിച്ചെടുത്തിട്ടുള്ളത്. ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലേബലിൽ എന്നാ എടുത്തു വെച്ചാലും കാണാൻ ആളുണ്ടാവുന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പടം ഇനിയും ബില്യൺസ് അടിച്ചുകൊണ്ടേ ഇരിക്കും.
സോ ആ ഒരു വിശ്വാസം ഉള്ളിടത്തോളം കാലം ഇതുപോലുള്ള പടങ്ങൾ ഇനിയും വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ സ്ട്രിക്ട്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ചുമ്മാ കുറെ ബ്രഹ്മാണ്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡൈനോസേഴ്സിന്റെ ഗിമ്മിക്സും പരിപാടികളും റോറിങ്ങും പരിപാടികളൊക്കെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടമാവാൻ സാധ്യതയുണ്ട്. ആ ഒരു വിഷ്വലി പടം ഒരു ഗ്രാൻഡിയർ പരിപാടി തന്നെയാണ്. പക്ഷേ അതും കടന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്ക്രീനിൽ ഒരു സീക്വൻസ് കാണുമ്പോൾ ബൊമ്മല ഇതാണ്ട സിനിമ എന്ന് പറഞ്ഞ് പറയാൻ മാത്രമുള്ള ഒരു മൊമെന്റ് ഒന്നും പടത്തിൽ എവിടെയില്ല. സോ ദാറ്റ്സ് വാട്ട് ജുറാസിക് വേൾഡ് റീബർത്ത് ഫോർ മീ. നിങ്ങൾക്ക് ഈ ഒരു പടം ഏതൊരു രീതിക്കാണ് വർക്കൗട്ട് ആയതെന്ന് അറിയാനുള്ള കാര്യത്തിലൊക്കെ ഞാൻ കുറച്ച് ക്യൂരിയസ് ആണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയെന്നുള്ളൊരു കാര്യങ്ങളും ഈ ഒരു ഫ്രാഞ്ചൈസ് ഈ ഒരു രീതിക്ക് തന്നെ പോകുന്നതിനുള്ള നിങ്ങളുടെ നിലപാടുകളും പരിപാടികളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.